Hello guys, once again welcome back to my channel Aliyanz vlog. ഒരുപാട് നാൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ചയായി കാണും നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്തിട്ട്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് ക്ഷാമം ഒന്നത് മാത്രമല്ല. ഇവിടെയൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു, അങ്ങനെ പുറത്തോട്ടൊന്നും അധികം യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ ലൈഫിൽ നടന്ന്, അതായത് എനിക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന സിറ്റുവേഷനിൽ എനിക്ക് വാങ്ങാൻ പറ്റാത്തതും എന്നെക്കൊണ്ട് സിറ്റുവേഷൻ റെഡിയായാൽ പോലും എനിക്ക് ഒരു പക്ഷേ സാധിക്കത്തില്ലായിരിക്കും. ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് എന്നെ തേടിയെത്തി, അതും സ്വന്തം പേര് പോലും വെളിപ്പെടുത്താതെ. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. എനിക്ക് ഏതോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കാനോണിൻ്റെ ഒരു DSLR ഗിഫ്റ്റായിട്ട് അയച്ചു തന്നു, കൊറിയറായിട്ട് അയച്ചു തന്നു. സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയച്ചു തന്നത്. കാനോൺ 650D ആണ് ക്യാമറ. എൻ്റെ പല വീഡിയോസിലും ഞാൻ മിററിൽ കൂടെ ഇങ്ങനെ ഗിംബൽ ഉപയോഗിച്ച് ഫോണിൽ കൂടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും എനിക്ക് അയച്ചു തന്നത്. എന്തുവരും ആ കാണിച്ച വലിയ മനസ്സിന് 1000 താങ്ക്സ്, വളരെയേറെ നന്ദി. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ക്യാമറയാണ് 650D, കാരണം സ്ക്രീനിലെല്ലാം ടിൽറ്റബിളാണ്. അപ്പം വീണ്ടും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്, അതായത് അൺബോക്സിങ് റിവ്യൂ. അപ്പം ഫോണോ റാപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തു. അപ്പം അതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്ന് കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യമേ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാണുന്നത് അവരുടെ ഒരു ബ്രൗസർ വെച്ചിട്ടുണ്ട്. അതായത് അവർക്ക് വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. ഇപ്പം ഫുൾ ബോഡി പ്രൊട്ടക്ഷൻ ഫിലിം, മൊബൈൽ സ്കിൻസ്, ക്യാമറ പ്രൊട്ടക്ഷൻ ഫിലിം, അതേപോലെ തന്നെ എയർപോഡ്, സ്മാർട്ട് വാച്ച്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് വാച്ചിൻ്റെ പ്രൊട്ടക്ഷൻ ഫിലിം, അങ്ങനെ ATM കാർഡിൻ്റെ ഉൾപ്പെടെ സ്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഗെയിമിംഗ് കൺസോൾസ്, ഇതാണ് അവരുടെ ബ്രൗസർ. ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സ്കിൻസ്. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒന്ന് iPhone 8 Plus വേണ്ടിയിട്ടുള്ളതാണ്. ഇത് 8 Plus വേണ്ടിയിട്ടുള്ളതും പിന്നെ സാംസങ് M10 വേണ്ടിയിട്ടുള്ളതും. അതപ്പം 6 യൂസ് ചെയ്യുന്ന ഫോണാണ്, അതിന് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇത് സംഭവം വെറൈറ്റിയാണ്. അതായത് ഞാൻ വേറെ കുറച്ച് ബ്രാൻഡുകളിലെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും വെറൈറ്റിയാണ്. ഇത് നേക്കഡ് സ്കിൻ എന്ന് പറയും. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ബോഡി കറക്റ്റ് അതേപോലെ കാണും. ഏത് മോഡലാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മോഡൽ അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്. പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ് ആണ്. അതായത് ക്യാമറയുടെയും കറക്റ്റ് ഷേപ്പിന് അവർ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാനിത് എങ്ങനെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ അവരുടെ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു, ഇങ്ങനെ സ്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ഏതൊക്കെയാണ് അവരുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തു. എൻ്റെ ഫോണിൻ്റെ മോഡൽ നമ്പർ മാത്രമല്ല നമ്മുടെ അഡ്രസ്സ്, കാര്യങ്ങൾ ഏതൊക്കെ ടൈപ്പാണെന്ന്. അപ്പോൾ അവരുടെ ഒരു ബ്രൗസർ അയച്ചു തന്നു, അവരുടെ അവൈലബിൾ ആയിട്ടുള്ള സ്കിന്നിൻ്റെ അത്. പിന്നെ നമുക്ക് അവരുടെ പ്രീമിയം സ്കിൻ ഉൾപ്പെടെ അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആണെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ, അല്ലെങ്കിൽ പിന്നെ വേറെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കമ്പനിയുടെ പേരാണെന്നെങ്കിൽ കമ്പനിയുടെ പേര്, അത് വേണമെങ്കിൽ അത് വെച്ചിട്ടുള്ള ലോഗോ വേണമെങ്കിലും നമുക്ക് അവർ പ്രിന്റ് ചെയ്ത് തരും. അതും അടിപൊളി. നമ്മുടെ ഏത് ഫോണിൻ്റെ മോഡലാണെന്ന് പറഞ്ഞാൽ മതി, അതിന് കസ്റ്റമൈസ്ഡ് സ്കിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രത്യേകം. പിന്നെ അവരുടെ പ്രീമിയം സ്കിൻ, അത് നല്ല ബ്രാൻഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. 3M ഒരു ബ്രാൻഡാണ് അവർ ഇത് ചെയ്യുന്നത്, 3M. അപ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് പ്രൂഫ്, ഡസ്റ്റ് പ്രൂഫ്, അതൊക്കെ അവർ അങ്ങനൊന്നും വരത്തില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല അവരുടെ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ അവരൊരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന്, നമ്മുടെ ഫോണിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന്. അതായത് ഇത് വായിച്ച് മനസ്സിലാക്കാൻ കഷ്ടപ്പെടുന്നവർക്ക്
അവരുടെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് വിത്ത് QR കോഡ് സഹിതം. അതിനകത്ത് നമ്മൾ QR കോഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വീഡിയോ നമുക്ക് വാച്ച് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അവരുടെ പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ ഫോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇത് നമുക്ക് നമ്മുടെ ഫോണിന് അത് ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. നമ്മുടെ ഇപ്പം 8+ൻ്റെ ആണെന്ന് പറയുകയാണെങ്കിൽ ബാക്ക് ഗ്ലാസ് ആണ് വരുന്നത്. അത് ബാക്ക് പൗച്ച് ഇട്ടെങ്കില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നല്ല ബെനിഫിറ്റാണ് ഉള്ളത്. ഇപ്പം ഞാനിപ്പം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ലോഗോയുടെ ഷേപ്പ് കട്ട് ചെയ്യേണ്ടെന്നാണ്. അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ലോഗോയുടെ ഷേപ്പ്, അതായത് ഐഫോണിൻ്റെ ആപ്പിളിൻ്റെ ലോഗോ. ചിലർക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആപ്പിളിൻ്റെ ലോഗോ കാണിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് എനിക്കും ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, ഉണ്ട്. എന്നാലും ഞാൻ ഇപ്പോൾ ഈ സ്കിൻ എടുത്തപ്പോഴത്തേക്ക് അതൊരു വൃത്തികേടായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ അവർ ആപ്പിളിൻ്റെ ലോഗോ ഇതിനകത്ത് കട്ട് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ അവർ ചോദിക്കും ആദ്യമേ തന്നെ, മുൻകൂട്ടി തന്നെ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇതിപ്പം സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബാക്ക് സൈഡ് മാത്രമല്ല, അതായത് അപ്പ് ഡൗൺ സൈഡ് രണ്ടും ഉണ്ട്. അതായത് വോളിയം കൺട്രോള് വിത്ത് ലെൻസ് സഹിതം. ലെൻസിൻ്റെ അകത്ത് ഇത് ക്യാമറയുടെ ഭാഗം മാത്രം വിട്ടിട്ട് അത്രയും ഭാഗം സൈഡ് കണ്ടില്ലേ. ഇത് വോളിയം കൺട്രോളിൻ്റെയൊക്കെ ഈ സൈഡ് പവർ ബട്ടൻ്റെ അങ്ങനെ ഫുൾ കവർ. ഇവരുടെ തന്നെ ഒരു പുതിയ പ്രോഡക്റ്റും കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 360 പ്രൊട്ടക്ഷൻ ഫിലിം. 360 ആയിട്ടുള്ള പിന്നെ, അതായത് നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കത്തില്ലേ, ഫോണിൻ്റെ ഫ്രണ്ടിൽ മാത്രം ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുന്നത്, അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ് 360 പ്രൊട്ടക്ഷൻ ഫിലിം. അതായത് ഫ്രണ്ട് ബാക്ക് എല്ലാം കവറായിട്ട്, പിന്നെ സൈഡും ഉണ്ട്. സൈഡ് രണ്ടും പിന്നെ മാത്രമല്ല അപ്പ് ആൻഡ് ഡൗൺ എല്ലാം കൂടെ 360 പ്രൊട്ടക്ഷൻ പോലെ. ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു ഇത് ഒട്ടിക്കുന്നതുകൊണ്ട് നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുന്ന പോലെ തന്നെ ക്വാളിറ്റി കിട്ടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ 3mm ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റി കിട്ടും. അത് അവർ പിന്നെ ഗ്യാരണ്ടി പറയുന്നത്. കാരണം ഒരുപാട് പേര് അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ആർക്കും ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് അവരുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ മുനിസിപ്പൽ ബിൽഡിങ്, മെയിൻ റോഡ്, കായംകുളം, ആലപ്പുഴ ഡിസ്ട്രിക്ട്. കായംകുളത്താണ് അവരുടെ ഈ കമ്പനി ഇത് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും സൈഡിൽ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൺഫേം ആയിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ, കാര്യങ്ങൾ, അവരുടെ ഇൻസ്റ്റാ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ മറക്കാതെ കയറി നോക്കുക. അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ്, അവർ പുതിയ ഓരോ ഫോണിൻ്റെ സ്കിന്നുകൾ, കാര്യങ്ങൾ, അവരുടെ പ്രീമിയം സ്കിന്ന് കാര്യങ്ങളെല്ലാം, കുറച്ച് പ്രീമിയം സ്കിന്ന് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതല്ലാതെ തന്നെ ഒത്തിരിയേറെ മോഡൽസ് അവർക്ക് ഉണ്ട്. അപ്പം എനിക്ക് തന്നെ ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുഴപ്പമില്ലാത്ത, എനിക്ക് പെട്ടെന്ന് കണ്ണിലൂടെയൊക്കെ അത് ഞാൻ സെർച്ച് ചെയ്തു. അതേപോലെ തന്നെ നിങ്ങളും കയറി നോക്കുക. ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ നമ്മുടെ സാംസങ് M10 നമ്മളിതിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഈ സ്കിന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അന്നേരം ഫസ്റ്റ് അവർ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പിന് വേണ്ടിയിട്ട്, അതായത് ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ ഡസ്റ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഫസ്റ്റ് ചെയ്യേണ്ടത് വെറ്റ് ആയിട്ടുള്ള ക്ലോത്ത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് അതേപോലെ ചെയ്യാം. അപ്പം നമ്മൾ സ്കിന്നാണെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ, കണ്ടില്ലേ, പെർഫെക്റ്റ് ഷേപ്പിൽ. സൈഡിലത്തെ ഇത് ടൈപ്പ് അല്ല മേടിച്ചിരിക്കുന്നത്, ഇത് ബാക്ക് സ്കിൻ, അതായത് നമ്മൾ കസ്റ്റമൈസ്ഡ് സ്കിന്നാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചപ്പം ഡോണ്ട് ടച്ച് മൈ ഫോൺ, 6ൻ്റെ ഫോണാണ്. അപ്പോൾ കണ്ടില്ലേ, ഫോണിൻ്റെ ലുക്ക് തന്നെ മാറി.